ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഏവർക്കും JDS അക്കാഡമിയുടെയും JDS കറണ്ട് അഫയേഴ്സിന്റെയും ഹാപ്പി വുമൻസ് ഡേ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കേരള പോലീസ് അഡ്വാൻസ്ഡ് സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ. കേരള പോലീസിന്റെ അഡ്വാൻസ് സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്. അതായത് കേരള പോലീസിന്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ആണ് ആരംഭിക്കുന്നത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരള പോലീസ് സൈബർ ഡിവിഷന്റെ അഡ്വാൻസ് സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒന്നാണ് കേരളത്തിന്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ. സൈബർ ക്രൈംസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് റിപ്പോർട്ട് വന്നിരുന്നു. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈംസ് നടക്കുന്ന സിറ്റി എന്ന് പറയുമ്പോൾ അത് എറണാകുളം സിറ്റിയാണ്. 2024 കണക്കനുസരിച്ചാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം സിറ്റിയാണ്. അപ്പോൾ സൈബർ ക്രൈം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ആണ് ഇപ്പോൾ കേരള പോലീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത AI പവേർഡ് തദ്ദേശീയ സംയോജിത സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമിന്റെ പേര് ത്രിനേത്ര. സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI പവേർഡ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ഒരു സിസ്റ്റത്തിന്റെ പേരാണ് ത്രിനേത്ര. ഒരു AI പവേർഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ആയിട്ടുള്ള ഒരു പുതിയ സൈബർ സെക്യൂരിറ്റി പ്ലാറ്റ്ഫോം ആണ് ത്രിനേത്ര. അതായത് തേർഡ് ഐ എന്ന് പറയാം അല്ലേ. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സൈബർ സെക്യൂരിറ്റിയുടെ പ്ലാറ്റ്ഫോം. കേരളത്തിലെ പോലീസ് സൈബർ സുരക്ഷാ ഓപ്പറേഷന്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആരാണ്? മനോജ് അബ്രഹാം. കേരളത്തിന്റെ ഇപ്പോഴത്തെ ADG അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ് മനോജ് അബ്രഹാം. അദ്ദേഹമാണ് സൈബർ സെക്യൂരിറ്റിയെ ബന്ധപ്പെട്ട് കംപ്ലീറ്റ് കൺട്രോൾ ഉള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രണവ് ഇസ് ദി വേൾഡ് ജൂനിയർ ചാമ്പ്യൻ. പ്രണവ് ലോക ജൂനിയർ ചാമ്പ്യനായി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ വാർത്തയാണത്. അതായത് ഇന്ത്യക്ക് വീണ്ടും അഭിമാനിക്കാവുന്ന ലെവലിലുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്, ഒരു നേട്ടം. അതായത് വേൾഡ് ജൂനിയർ ചാമ്പ്യനായി പ്രണവ്, ഇന്ത്യക്കാരനായിട്ടുള്ള പ്രണവ്. ഈ കഴിഞ്ഞ വർഷം വേൾഡ് ചാമ്പ്യനായിട്ടുള്ളത് D ഗുഗേഷ്. ഇന്നിപ്പോൾ പ്രണവ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യനായ ഇന്ത്യക്കാരന്റെ പേര് വി പ്രണവ്. വി പ്രണവ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. ലോക ജൂനിയർ കിരീടം നേടിയ 4ാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? പ്രണവ്. പ്രണവ് ആണ് ദ 4th പേഴ്സൺ ലോക ചാമ്പ്യൻ ആയിട്ടുള്ളത്. ആദ്യത്തെ വേൾഡ് ജൂനിയർ ടൈറ്റിൽ നേടിയിട്ടുള്ളത് ഇന്ത്യയുടെ വിശ്വനാഥ് ആനന്ദ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ P ഹരികൃഷ്ണ, 3ാമത്തേത് അഭിജിത്ത് ഗുപ്തയായിരുന്നു, 4ാമത്തേതാണ് ഇപ്പോൾ വി പ്രണവ്. 2024 ലോക ജൂനിയർ പെൺകുട്ടികളുടെ കിരീടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ളയാൾ ആരാണ്? ദിവ്യ ദേശ്മുഖ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വേൾഡ് ജൂനിയർ ഗേൾസ് അതിൽ ചാമ്പ്യൻ ആയിട്ടുള്ള ഇന്ത്യക്കാരിയായിരുന്നു ദിവ്യ ദേശ്മുഖ്. വനിതകളിൽ 3ാമത്തെ വ്യക്തിയാണ് ദിവ്യ ദേശ്മുഖ് ഈ ഒരു കിരീടം കരസ്ഥമാക്കുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള കിരീടം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തികളാണ് ഹരിക 2008, അതിനു മുമ്പ് കൊനേറു ഹംപിയായിരുന്നു 2001 കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതായത് ലോക ജൂനിയർ പെൺകുട്ടികളുടെ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തികളിൽ 3ാമത്തെ വ്യക്തിയാണ് ദിവ്യ ദേശ്മുഖ് കഴിഞ്ഞ വർഷം. ഈ വർഷം ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻ നേടിയിട്ടുള്ള വ്യക്തിയാണ് വി പ്രണവ്. വി പ്രണവ് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്ററായ വർഷം ഏതാണ്? 2022. 2022 വി പ്രണവ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് എത്ര ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ട്? ഇന്ത്യയിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച്, അതായത് ഈ കഴിഞ്ഞ ഡിസംബറിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ 85 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത്, GM ആണുള്ളത്. വനിതകളിലാണെങ്കിൽ വുമൻ ഗ്രാൻഡ് മാസ്റ്റർ WGM ആണെങ്കിൽ 23 പേരാണ്. 23 വുമൻ ഗ്രാൻഡ് മാസ്റ്ററും 85 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് പറയുമ്പോൾ ജൂനിയർ ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ് വി പ്രണവ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ആസ്ട്ര MK3 ഇന്ത്യസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് എയർ ടു എയർ മിസൈൽ. ആസ്ട്ര MK3 ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ എയർ ടു എയർ മിസൈൽ.
എന്താണ് ഇപ്പോൾ ആസ്ട്ര 3 എന്ന മിസൈൽസ് ഇപ്പോൾ പത്രത്തിൽ വരാൻ കാര്യം? നമുക്ക് കറണ്ട് അഫയേഴ്സ് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ എയർ ടു എയർ മിസൈൽ ആയ ആസ്ട്ര MK3 യുടെ പുതിയ പേരെന്താണ്? ഗാൻഡീവ. അതായത് ആസ്ട്ര MK3 എന്ന മിസൈൽ ഇതൊരു എയർ ടു എയർ മിസൈൽ ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ആസ്ട്ര MK3 എന്ന ആ മിസൈലിന്റെ പേര് മാറ്റിയിരിക്കുകയാണ്. ഗാൻഡീവ എന്ന പേരാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മിസൈൽ തന്നെ എയർ ടു എയർ ഉണ്ട്, സർഫേസ് ടു എയർ ഉണ്ട്, കൂടാതെ സർഫേസ് ടു സർഫേസ് ഉണ്ട്. ബ്രഹ്മോസ് അതുപോലെ തന്നെ ഇപ്പോൾ ആസ്ട്ര ഇതെല്ലാം എയർ ടു എയർ മിസൈൽ ആണെങ്കിൽ പിനാക്ക എന്ന മിസൈൽ ഇത് സർഫേസ് ടു എയർ ആണ്, ഭൂമിയിൽ നിന്ന് എയറിലേക്ക് ഫയർ ചെയ്യുന്നതും. അഗ്നി മിസൈൽസ് ഇവയെല്ലാം സർഫേസ് ടു സർഫേസ് ആണ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഫയർ ചെയ്യുന്ന മിസൈൽസ് ആണ് അഗ്നി എന്ന് പറയുന്ന മിസൈൽസ്. പുരാതന ഇന്ത്യയിലെ ഏത് പ്രധാന സംസ്കൃത ഇതിഹാസങ്ങളിൽ നിന്നാണ് ആസ്ട്ര MK3 മിസൈൽ പുതിയ പേര് ഗാൻഡീവ ഉരുത്തിരിഞ്ഞത്? മഹാഭാരതത്തിൽ നിന്നുള്ള അർജുന്റെ ഇതിഹാസ വില്ല്. അർജുന്റെ ഇതിഹാസ വില്ല്, ആ വില്ലിന്റെ പേരാണ് ഗാൻഡീവ. ആ ഒരു പേരാണ് ഇപ്പോൾ ആസ്ട്ര MK3 എന്ന മിസൈലിന് നൽകിയിട്ടുള്ള പേര്. ഗാൻഡീവ മിസൈലിന്റെ പരിധി എന്താണ്? 340 കിലോമീറ്റർ. 340 കിലോമീറ്റർ ഫയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈൽ ആണ് ആസ്ട്ര MK3 എന്നറിയപ്പെടുന്ന ഗാൻഡീവ മിസൈൽ. ഗാൻഡീവ മിസൈൽ വിക്ഷേപണ വേഗത എത്രയാണ്? 0.8 മുതൽ 2.2 മാക് വരെ. മാക് എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് ആണ്. അപ്പോൾ 1 മാക് എന്ന് പറഞ്ഞാൽ 1234.8 കിലോമീറ്റർ. അപ്പോൾ 1234.8 കിലോമീറ്റർ അങ്ങനെയാണെങ്കിൽ 0.8 to 2 മാക് വരെയുള്ള സ്പീഡ് ആണ് ഗാൻഡി എന്ന് പറയുന്ന ആസ്ട്ര MK3 മിസൈലിന്റെ വിക്ഷേപണ വേഗത. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, അഞ്ജു രതി റാണ അപ്പോയിന്റഡ് ആസ് ദി ഫസ്റ്റ് വുമൻ ലോ സെക്രട്ടറി. ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി അഞ്ജു രതി റാണയെ നിയമിച്ചു. ഒരു പുതിയതായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, അതും ആദ്യമായിട്ടാണ് ഒരു വനിത ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യ വനിതാ കേന്ദ്ര നിയമ സെക്രട്ടറിയായി ആരെയാണ് നിയമിച്ചത്? അഞ്ജു രതി റാണ. ആദ്യത്തെ ഒരു ലോ സെക്രട്ടറിയാണ് അഞ്ജു രതി റാണ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വനിതയെ യൂണിയൻ ലോ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. അത് അഞ്ജു രതി റാണയാണ്. ഈ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഔദ്യോഗിക പദവിയായ നിയമ സെക്രട്ടറി ഏത് വകുപ്പിന് കീഴിലാണ് വരുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. നിയമനീതി മന്ത്രാലയത്തിന്റെ അണ്ടറിൽ വരുന്ന നിയമകാര്യ വകുപ്പിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്, അതായത് യൂണിയൻ ലോ സെക്രട്ടറി വരുന്നത്. ആദ്യമായിട്ടാണ് അഞ്ജു രതി റാണ എന്ന ഒരു വനിത ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്. കേന്ദ്ര നിയമനീതി മന്ത്രി ആരാണ്? അർജുൻ റാം മേഘ്വാൾ. ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ആണ് അർജുൻ റാം മേഘ്വാൾ. ഇദ്ദേഹമാണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ഒരു ഡിഫൻസ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യ സൈൻ കോൺട്രാക്ട് വിത്ത് റഷ്യ ഫേം ടു സപ്ലൈ എൻജിൻ ഫോർ T-72 ടാങ്ക്. T-72 ടാങ്കുകൾക്കുള്ള എഞ്ചിനുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ റഷ്യൻ കമ്പനിയുമായി കരാർ ഒപ്പിട്ടു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 28 ഇന്ത്യ ഏത് രാജ്യവുമായി T-72 യുദ്ധ ടാങ്കുകൾ വാങ്ങുന്നതിനായി 2157 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചു? റഷ്യ. T-72 എന്ന ടാങ്ക് ഇത് സപ്ലൈ ചെയ്യുന്നത് റഷ്യയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 ഇന്ത്യയും റഷ്യയും ഒരു കരാറിൽ ഒപ്പുവിട്ടു. 2157 കോടി രൂപയുടെ ഒരു കരാർ ആണ് ഇന്ത്യ റഷ്യ ഒപ്പുവെച്ചിട്ടുള്ളത്. T-72 യുദ്ധ ടാങ്കുകൾക്ക് വേണ്ടിയുള്ള ഒരു കരാർ ആണ്. റഷ്യയിൽ നിന്നുള്ള ഏത് കമ്പനിയാണ് ഇന്ത്യക്കായി T-72 ടാങ്കുകൾ വിതരണം ചെയ്യുന്നത്? റൊസോബൊറോൺ എക്സ്പോർട്ട്. റഷ്യയിലെ ഒരു ഡിഫൻസ് കമ്പനിയാണ് റൊസോബൊറോൺ എക്സ്പോർട്ട്. ഈ കമ്പനിയാണ് ഇന്ത്യക്ക് T-72 ടാങ്ക് ഇപ്പോൾ സപ്ലൈ ചെയ്യാൻ പോകുന്നത്. റഷ്യ ഇന്ത്യക്ക് വിതരണം ചെയ്യുന്ന പുതിയ T-72 ടാങ്കുകളുടെ കുതിരശക്തി എത്രയായിരിക്കും? 1000 HP എഞ്ചിൻ. 1000 HP എൻജിൻസ്, അതായത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എൻജിൻ ആണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള എൻജിൻ 1000 HP എൻജിൻ ആണ് ഇപ്പോൾ ഇന്ത്യ വാങ്ങാൻ പോകുന്ന T-72 എന്ന ടാങ്കുകൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അടുത്തൊരു ചോദ്യമാണ്,
ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ ടാങ്കിന്റെ പേരെന്താണ്? വിജയന്ത. ഇന്ത്യയിൽ ആദ്യമായിട്ട് വികസിപ്പിച്ച ഒരു ടാങ്ക്, അതിൻ്റെ പേരാണ് വിജയന്ത. ഇപ്പോൾ ഇന്ത്യക്ക് അർജുൻ എന്നൊരു മെയിൻ ബാറ്റിൽ ടാങ്ക് ഉണ്ട്, MBT. അത് നിർമ്മിക്കുന്നത് ആവടി എന്ന സ്ഥലത്താണ്, തമിഴ്നാട്ടിലെ ആവടി. ഇന്ത്യയിലെ ആവടിയാണ് ടാങ്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു മാനുഫാക്ചറിങ് ആയിട്ട് വരുന്ന ഒന്ന്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് ആവടിയിലെ MBT നിർമ്മിക്കുന്ന ബാറ്റിൽ ടാങ്ക്സിൻ്റെ ആ ഒരു കമ്പനി. തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിജയന്ത ടാങ്ക് ഇന്ത്യൻ സൈന്യവുമായി സേവനത്തിൽ പ്രവേശിച്ച തീയതി ഡിസംബർ 29, 1965. 1965 ഡിസംബർ 29 തീയതിയാണ് ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ടാങ്ക് ആർമിയുടെ ഭാഗമാകുന്നത്. അതായത് വിജയന്ത ടാങ്ക് എന്ന് പറയുന്ന ടാങ്ക് ആണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളതും. ആ ഒരു ടാങ്ക് ആണ് ഇന്ത്യയുടെ ദ ഫസ്റ്റ് ടാങ്ക്, ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ദ ഫസ്റ്റ് ബാറ്റിൽ ടാങ്ക്. ഇന്നത്തെ ലാസ്റ്റ് ഹെഡിങ് ആണ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യ റാങ്ക്സ് 4th ഇൻ ഗ്ലോബൽ വെൽത്ത് റാങ്കിംഗ് നൈറ്റ് ഫ്രാങ്ക് വെൽത്ത് റിപ്പോർട്ട് 2025. ആഗോള സമ്പത്ത് റാങ്കിങ്ങിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത്, നൈറ്റ് ഫ്രാങ്കിന്റെ സമ്പത്ത് റിപ്പോർട്ട് 2025. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് നൈറ്റ് ഫ്രാങ്ക് വെൽത്ത്. ഇതിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാങ്ക് എന്ന് പറയുമ്പോൾ 4ാമത്തെ റാങ്ക് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നൈറ്റ് ഫ്രാങ്കിന്റെ സമ്പത്ത് റിപ്പോർട്ട് 2025 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്താണ്? ആഗോളതലത്തിൽ 4ാം സ്ഥാനം. ഇന്നിപ്പോൾ ഇന്ത്യയുടെ GDP, അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ്, തദ്ദേശമായി നിർമ്മിക്കുന്ന പല ഐറ്റംസ്, ഇതെല്ലാം നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നൈറ്റ് ഫ്രാങ്ക് വെൽത്ത് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ 4ാമത്തെ റാങ്ക് ആണ്. നൈറ്റ് ഫ്രാങ്കിന്റെ സമ്പത്ത് റിപ്പോർട്ട് 2025 പ്രകാരം മികച്ച ആഗോള റാങ്കിങ്ങിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ വരുന്ന രാജ്യങ്ങൾ ഏതാണ്? US, ചൈന, ജപ്പാൻ. US, ചൈന, ജപ്പാൻ എന്നീ 3 രാജ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ. ആദ്യത്തേത് US ആണ്, രണ്ടാമത്തേത് ചൈന, മൂന്നാമത്തേതാണ് ജപ്പാൻ, 4ാം സ്ഥാനത്താണ് ഇന്ത്യ, 5ാം സ്ഥാനത്ത് ജർമ്മനിയാണ്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.